കാസർഗോഡ് GST ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസിന്റെ അന്വേഷണം. GST എൻഫോഴ്സ്മെന്റിലെ 3 ഉദ്യോഗസ്ഥരുടെ ഇടപാടുകൾ അന്വേഷണ പരിധിയിലുണ്ട്. 15,000 രൂപയുടെ മുകളിലുള്ള ഗൂഗിൾ പേ ഇടപാടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഗൂഗിൾ പേ ഇടപാടുകളുടെ ഉറവിടം കാണിക്കാൻ ഇതുവരെയും ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. സാരംഗ് സുരേഷ് ചേരുന്നുണ്ട് കാസർഗോഡ് വിവരങ്ങളുമായി. സാരംഗ്, ഈ GST ഉദ്യോഗസ്ഥർ GST വന്നതോടുകൂടി ആ മേഖലയിലെ അഴിമതി അത് കുറഞ്ഞു എന്ന തരത്തിലാണല്ലോ. വാണിജ്യ നികുതിയുമായി ബന്ധപ്പെട്ട അഴിമതി കുറഞ്ഞു എന്നതാണ് പൊതുവിലയിരുത്തൽ. ഇതെങ്ങനെയാണ് ഇപ്പോൾ അഴിമതി സാധ്യതയെക്കുറിച്ചുള്ള അന്വേഷണവും വിവരങ്ങളും പുറത്തു വരുന്നത്? രതീഷ്, മുൻപ് ചില ദിവസങ്ങളായി ഇത്തരത്തിൽ GST എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള പരാതികൾ വിജിലൻസിന് ലഭിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് വിജിലൻസിന്റെ നേതൃത്വത്തിൽ ഒരു മിന്നൽ പരിശോധന നടത്തിയത്. എന്നാൽ യാതൊരു തരത്തിലുള്ള അനധികൃതമായ പണമൊന്നും തന്നെ അവരുടെ ഓഫീസിൽ നിന്നോ അവരുടെ വാഹനങ്ങളിൽ നിന്നോ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ അവർ ഓൺലൈൻ ബാങ്കിങ് നടത്തി, അതുപോലെ തന്നെ UPI ഉപയോഗിച്ച് നടത്തിയ ചില പേയ്മെന്റുകളിലുണ്ടായ സംശയമാണ് ഇത്തരത്തിലുള്ള ഒരു വിശദമായ പരിശോധനയിലേക്ക് കടന്നു ചെല്ലാനുണ്ടായ കാരണമായി മാറിയത്. കാരണം ഗൂഗിൾ പേയിലൂടെ നടത്തിയ 15,000 രൂപയിലടക്കം അധികമുള്ള പല ഇടപാടുകളുടെയും കൃത്യമായ ആ ഒരു സ്രോതസ് ഇതുവരെയും അവർക്ക് കൃത്യമായി കാണിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അവിടെ ഇപ്പോഴും വിജിലൻസ് തങ്ങി നിന്നുകൊണ്ട് തന്നെ അവിടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇവിടെ UPI അടക്കം പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് കടക്കുകയാണ് വിജിലൻസ് സംഘം. രതീഷ്, ശരി. കാസർഗോഡാണ് GST ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസിന്റെ ഒരു അന്വേഷണം തുടങ്ങുന്നത്. അഴിമതിയുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഗൂഗിൾ പേയിൽ വന്ന പണത്തിന്റെ ഉറവിടം, അതെവിടെ നിന്ന് ലഭിച്ചു, എന്തിന് ലഭിച്ചു എന്ന കാര്യത്തിലുള്ള ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അക്കാര്യത്തിലാണ് വിശദമായ പരിശോധന നടക്കുന്നതാണ് സാരംഗ് റിപ്പോർട്ട് ചെയ്യുന്നത്.